വീഡിയോ ഓൺ ചെയ്തിരിക്കാൻ പറ്റുന്നവരൊന്ന് ഓൺ ചെയ്യാവോ? ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, ബഷീർ സാറുണ്ട്, സുനിൽ സാറുണ്ട്. റസാഖ് സർ, നമ്മുടെ ചലഞ്ചിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? സർ മ്യൂട്ടാണ്. കുറച്ചാൾക്കാർ പങ്കെടുക്കുന്നുണ്ട്, കുറച്ചാൾക്കാർ എപ്പോഴെങ്കിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്, ചില സമയത്ത് പങ്കെടുക്കാൻ പറ്റാതെ വരുന്നുണ്ട്, തിരക്ക് കാരണം. അതൊരു യാത്രയിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയതുകൊണ്ട്. ഓക്കെ. എന്നാലും കുഴപ്പമില്ല. ശരി. നൗഫൽ സർ, നൗഫൽ സാറെ കണ്ടിട്ട് കുറെ ആയല്ലോ. വരാറുണ്ട്, വീഡിയോ ചെയ്യാത്തോണ്ടാ. സർ ഇപ്പൊ ജോയിൻ ചെയ്യൂ കേട്ടോ, ഒന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ. എന്തൊക്കെയുണ്ട്, ഹാപ്പി അല്ലേ എല്ലാവരും? ഓ സെറ്റാണ് സർ. വെള്ളത്തിന്റെ പ്രശ്നങ്ങളൊന്നും ഇല്ല എല്ലാവർക്കും? ഇല്ല, ഇവിടേക്ക് സേഫ് ആണ്. രഞ്ജിതിന് എങ്ങനെയുണ്ട്? മഴ ഉണ്ടോ രഞ്ജിത്ത്? ഷീജ, മനോജ് എന്താന്ന് അറിയാൻ വേണ്ടിട്ടാണ്. അവിടെ ഉണ്ടല്ലേ? എന്താന്ന് അറിയാൻ വേണ്ടി വെച്ച് വെക്കുകയാണ്. എങ്ങനെയുണ്ട് മഴയൊക്കെ? ഓക്കെ, കുഴപ്പമില്ല, മഴ ഇവിടെ വലിയ പ്രശ്നമൊന്നുമില്ല. സാർ ജോയിൻ ആയിട്ടുണ്ട്. ഓക്കെ ശരി സാർ. അപ്പോ ഇന്നത്തെ സെഷൻ എടുക്കാൻ വേണ്ടി ലോ ഓഫ് അട്രാക്ഷൻ എന്ന് ബേസ് ചെയ്തിട്ട് ഇന്നത്തെ സെഷൻ എടുക്കാൻ വേണ്ടി ഞാൻ സേഫ് സാറിനെ ഇൻവൈറ്റ് ചെയ്യാണ്. സേഫ് സർ, പ്ലീസ് വെൽക്കം സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ മീറ്റിങ്ങിൽ, അതായത് ലാസ്റ്റ് മീറ്റിങ്ങിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ അപ്ഡേഷൻസ് കുറെ കാര്യങ്ങൾ ഗ്രൂപ്പിലൊക്കെ കണ്ടു. എന്താണ് സക്സർ അതിൻ്റെ ഒരു ടോട്ടൽ അപ്ഡേഷൻ പറയാം? നടക്കുന്നുണ്ട്. അത് ഒരു മീറ്റിങ്ങിൽ വിളിച്ചിരുന്നു, എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട്. സുനിൽ സാറായിരുന്നു. അപ്പൊ സുനിൽ സാറ് പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യാം, അതിനുശേഷം മറ്റുള്ളവരോട് ചെയ്യാൻ പറയാം എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ആ പറഞ്ഞ ആളുകളൊക്കെ ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ ദിവസവും. അതായത് അന്ന് ലൈവിൽ വന്ന ആളുകളാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലിപ്പോ കുറച്ച് ആൾക്കാർ പുറത്തുള്ളവരുണ്ട്, എന്തായാലും വർക്ക് ചെയ്യുന്നുണ്ട്. ചില ദിവസങ്ങളിൽ ചിലപ്പോൾ ചില ആൾക്കാർക്ക് പറ്റാത്തത് കാരണം അവര് പങ്കെടുക്കണില്ല എന്ന് മാത്രം, അല്ലാതെ പ്രശ്നമില്ല, നടക്കുന്നുണ്ട്. അതിപ്പോ 9 പേരാണ് ശരിക്ക് എല്ലാറ്റിലുള്ളത്. 16 പേരുണ്ട് ഗ്രൂപ്പില്. ഇപ്പൊ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പിന്നെ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ആ മീറ്റിംഗ് നടന്നില്ല. ഓക്കെ, ഇതാണിപ്പോ നിങ്ങൾ ഓരോ ആളുകൾ നിങ്ങൾ അയക്കുന്ന റെസ്പോൺസ് വെച്ചിട്ട് ഇതിന്റെ ഒരു ഓട്ടോമാറ്റിക് സ്കോർ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ആരൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, നിങ്ങൾ ഓരോ ആളുകളും ചെയ്യുന്നതിന്റെ ഏതൊക്കെ ഡേറ്റിൽ ഏതൊക്കെ ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്തു എന്നുള്ള ഡീറ്റെയിൽസ് ആണ്. അതിന്റെ സ്കോർ ബേസ് ചെയ്തിട്ട് ഇന്നലെ വരെയുള്ള റിപ്പോർട്ടാണ്. ഓക്കെ, ഇന്നലെ വരെ നിങ്ങൾ എത്ര പേര് ചെയ്തു, അതിന്റെ സ്കോർ എത്രയാണ്. ഓക്കെ, അതിൽ വരുന്ന സംഭവമാണ്. ഇതിന് ഏറ്റവും ടോപ്പ് സ്കോർ ആയിട്ടുള്ളത് റസാഖ് സാറാണ്. 1370 ആണ് സ്കോർ. ഓക്കെ, ഇതിൽ അപ്ഡേറ്റ് ചെയ്യുന്നത് റസാഖ് സാറ്, ബീന സുനിൽ മാം, നൗഫൽ മുക്കം, ഷില മോഹൻ, മണി സാറ്, ദിവ്യ ദിനോജ്, പ്രീത, ദീപ യേശുദ, ഷൈനി, ഇത്ര ആൾക്കാരാണ് എന്ത് ചെയ്തത്
ഇതിൽ അപ്ഡേറ്റ് ചെയ്യുന്നത്. കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളത് അത്ര ആൾക്കാരുടെ ഇന്നലെ വരെയുള്ള സ്കോറാണ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വീക്കിലേക്ക് നമ്മളിത് ഇതിനാണ് ഞാൻ മീറ്റിംഗ് എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇത്ര സാർക്കൊന്ന് അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുക, ഇതൊന്ന് ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ ഓരോ ആളുകളും ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്കോർ ഇതിൻ്റെത് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആവും. ഇപ്പൊ ഇന്നലെ ഇതിന്റെ ശേഷം ഇപ്പോഴത്തെ ലാസ്റ്റത്തെ സ്കോറാണ്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോ അതിന്റെ ഒരു ഫീഡ്ബാക്ക് ചെയ്ത ആൾക്കാരെന്ന് പറയാം. ബീന മാം ഉള്ളതിൽ ആ സാർ, എന്താണ് ഫീഡ്ബാക്ക് പറയാം? ഈ ഒരു ചലഞ്ചിൽ പങ്കെടുത്തതിനെ കൊണ്ട് എന്തായാലും കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയെങ്കിലും ചെയ്ത് തീർക്കണമെന്നില്ല. പിന്നെ അതുകൊണ്ട് കുറെ ടുഡേ ലിസ്റ്റ് എഴുതി അതിനനുസരിച്ചിട്ട് കറക്റ്റായിട്ട് പ്ലാനിങ് ആയിട്ട് ചെയ്ത് പോകുന്നുണ്ട്. ഹാപ്പിയാണ്. താങ്ക് യു. വേറെ ദിവ്യ ദിനോജ്. ഹലോ, മാജിക് മോർണിംഗ് സർ. ഞാൻ ചെയ്യുന്നുണ്ട് സ്ഥിരമായിട്ട്. പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ ഞാൻ എഴുതാറുണ്ട്. പിന്നെ ബുക്ക് റീഡിങ് ഞാൻ പല ചെയ്യാറുണ്ട്. പക്ഷേ ടു ഡു ലിസ്റ്റ് എഴുതുന്നത് എനിക്ക് കുറവായിരുന്നു. പിന്നെ നൈറ്റ് മെഡിറ്റേഷൻ ഞാൻ ചെയ്യാറുണ്ടായിരുന്നില്ല. അത് കണ്ടിന്യൂ ആക്കിയിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് എനിക്ക് മനസ്സിന് നല്ല റിലാക്സേഷൻ കിട്ടുന്നുണ്ട്. അതാണ് ഏറ്റവും പ്രധാനം. നല്ല മൈൻഡിന് നല്ല റിലാക്സേഷൻ. അഥവാ വർക്ക് കുറച്ചുകൂടി ഹാർഡാണെങ്കിൽ പോലും എനിക്ക് അത് എൻജോയ് ചെയ്ത് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ടയേർഡ് ആവുന്നില്ല. അപ്പൊ അതൊരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നി. മാക്സിമം കണ്ടിന്യൂ ചെയ്യാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും. ചില സമയത്ത് മെഡിറ്റേഷൻ മോർണിംഗിൽ വിട്ടു പോകാറുണ്ട്. അപ്പൊ ഞാൻ തന്നെ സൈലന്റ് ആയിട്ടിരിക്കും. മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ പോലെ ഞാൻ കുറച്ചു നേരം ഇങ്ങനെ ഇരുന്ന് ചെയ്യും. താങ്ക് യു സർ. നന്നായിട്ട് പോകുന്നു. അപ്പൊ ആ ചലഞ്ച് മുന്നോട്ട് കൊണ്ടുപോകാം. സാർ, ഓക്കെ, നമുക്ക് ഒരു മനുഷ്യനെ രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു മനുഷ്യൻ രണ്ട് രീതിയിൽ റെഡിയാക്കിയിരിക്കാൻ പറ്റും. രണ്ട് രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഒരു മനുഷ്യനെ നമുക്ക് പ്രോഗ്രസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഏതൊക്കെയാണ് രണ്ട് രീതി അറിയാം? ഏതൊക്കെയായിരിക്കും? നിങ്ങൾ ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്തേ. ഏതൊക്കെയായിരിക്കാം? പ്രോത്സാഹനം കൊടുക്കുന്നു. പ്രോത്സാഹനം. ഓക്കെ, പിന്നെ രണ്ടാമത്തെ രീതി ഏതായിരിക്കും? ചാറ്റ് ചെയ്തിട്ടുണ്ട്. ലവ്, മോട്ടിവേഷൻ എന്നൊക്കെ ചാറ്റിംഗ് ഉണ്ട്, വരുന്നുണ്ട്. ഷീല മാം, മണിസാറ്. വേറെ ചാറ്റിൽ ലവ്, മോട്ടിവേഷൻ. വേറെ എന്തായിരിക്കും? വേറെ പണിഷ്മെന്റ്, അല്ലെ, ആക്ഷൻസ് വരുന്നുണ്ട്. രണ്ട് രീതിയിലാണ് നമുക്ക് ഒരാളെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കുക. രണ്ട് രീതിയാണ് ആകെ ലോകത്തുള്ളത്. ഓക്കെ, ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് നേരത്തെ റസാഖ് സാർ പറഞ്ഞതുപോലെ നമ്മൾ ഒരാളെന്ത് ചെയ്യുക, അയാളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത്. ഓക്കെ, ഒരാളെ നമ്മൾ അഭിനന്ദിക്കുക. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് പണിഷ്മെന്റ് ആണ്. ഈ രണ്ട് രീതിയിലാണ് നമുക്ക് ഒരാൾ എന്ത് ചെയ്യാൻ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുക. ഇപ്പം ഡെൽ കാർണഗിന്റെ ഒരു മനോഹരമായിരിക്കുന്ന പുസ്തകമുണ്ട്, ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ എന്ന് പറയുന്നു. ആ പുസ്തകത്തിൽ പറയാണ്, ഈ ലോകത്തിൽ നിങ്ങൾക്ക് ഒരാളെ കൊണ്ട് ഒരു കാര്യം ചെയ്യിപ്പിക്കാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. ഈ ലോകത്തിൽ നിങ്ങൾക്കൊരു വ്യക്തിനെ കൊണ്ട് ഒരു കാര്യം ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. ആ മാർഗം എന്ന് പറയുന്നത് അത് അയാളുടെ ആവശ്യമാക്കി മാറ്റുക എന്നാണ്. നമ്മളെല്ലാ ആളുകളും നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിന് മാറി അത്യാവശ്യമാകുമ്പോൾ ഒരു കാര്യം ചെയ്യുള്ളൂ.
എല്ലാ ദിവസവും നമ്മൾ ചിലപ്പോൾ രാത്രി കിടന്നുറങ്ങുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ നിങ്ങൾക്കൊരു യാത്ര പോകാനും വേണ്ടിയിട്ട് നിങ്ങളുടെ ഫ്ലൈറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ട്രെയിനിൽ പോകുന്നത് മോർണിംഗ് പുലർച്ചെ 2 മണിക്കാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ആ ദിവസം ഉറക്കം ഒഴിവാക്കിയിട്ട് പോകും. അങ്ങനെ എല്ലാം നമുക്ക് വിശക്കുന്ന സമയത്തായിരിക്കും, നമുക്ക് നല്ല വിശപ്പുണ്ടാകുമ്പോഴായിരിക്കും നമ്മൾ ഭക്ഷണം കഴിക്കുക. ഓക്കെ, പിന്നെ അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളുടെ പിന്നിൽ പോവുകയാണെങ്കിലും നമുക്കതൊരു ആവശ്യമായിരിക്കും. നമുക്ക് ആവശ്യമുള്ളൊരു കാര്യം നമ്മൾ ചെയ്യുള്ളൂ. ഓക്കെ, എന്തുകൊണ്ട് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്കിപ്പ് അടിക്കും. അപ്പൊ ഫൈനിന്റെ ഒരു കാര്യം പറഞ്ഞിട്ടില്ലല്ലോ, നമ്മൾ ഫൈൻ ചലഞ്ച് പറഞ്ഞിട്ടില്ലായിരുന്നു കഴിഞ്ഞതിൽ, അത് നടന്നു? ഇല്ല, ആരും ഫൈൻ അടിച്ചിട്ടില്ല. ആരും ഫൈൻ അടിച്ചിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യില്ല, ആ ഡെവലപ്മെന്റ് ഉണ്ടാവില്ല. ഒന്നും ചെയ്യാത്ത ആളുകൾ ഈ 1000 വെച്ചിട്ട് 10 rupees വെച്ചിട്ട് ഫൈൻ അടക്കുന്ന ആ ചലഞ്ചസിൽ ഇല്ലാത്തതുകൊണ്ടാണ്. ആ ചലഞ്ചസ് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് നടക്കുമ്പോഴാണ് എന്ത് ചെയ്യാൻ പറ്റുക, നിങ്ങൾക്ക് അത് റിസൾട്ടിലേക്ക് എത്തിക്കാൻ പറ്റും. ഏതൊരു കാര്യം കണ്ടെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തോന്നുന്നുണ്ട്. ഓക്കെ, എങ്ങനെയാണ് ഈ സീറ്റ് ബെൽറ്റ് ഇടുന്നതിനൊക്കെ ഫൈൻ വന്നത് എന്നുള്ളത് പറഞ്ഞോ? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞോ? പറഞ്ഞിരുന്നു. ഓക്കെ, പറഞ്ഞിട്ടുണ്ട്. ഈ ക്ലാസ്സിലാണോ അറിയില്ല, ഏതൊരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ന്യൂയോർക്കിൽ ഫസ്റ്റ് ആയിട്ട് ന്യൂയോർക്കിൽ കാറൊക്കെ വന്ന സമയത്ത് ആളുകൾ സീറ്റ് ബെൽറ്റ് ധരിക്കുന്നില്ല. ആ സീറ്റ് ബെൽറ്റ് ധരിക്കാത്തപ്പോൾ അവർക്ക് പോലീസ് സിസ്റ്റം കൊണ്ടുവന്നിരിക്കുന്ന സാധനമാണ് ഫൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ രണ്ട് രീതിയിലാണ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മളിവിടെ സീറ്റ് ബെൽറ്റ് ഇട്ട് അല്ലെങ്കിൽ നമ്മൾ ക്യാമറയുടെ മുമ്പിൽ കൂടെ നമ്മൾ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്യാമറയുടെ മുമ്പിൽ കൂടെ പോകുമ്പോൾ ഹെൽമെറ്റ് ധരിക്കാൻ കാരണം ഈ ഫൈന് പേടിച്ചിട്ടാണ്. ഓക്കെ, ഈ ചലഞ്ചസിന് നമ്മളപ്പോ ലൈഫിൽ നമ്മളൊരു ചലഞ്ചസിന് റെഡി ആകുമ്പോഴാണ് അയാളുടെ ലൈഫിൽ ചേഞ്ചസ് ഉണ്ടാവും. ഏതൊരു കാര്യം എങ്ങനെയാണ്, പണിഷ്മെന്റ് ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ അപ്രിഷിയേഷൻ ഉണ്ടാകുമ്പോഴാണ് ഒരാൾ റെഡി ആവും. പണിഷ്മെന്റ് ഉണ്ടായി കഴിഞ്ഞാലും റെഡി ആവും, അപ്രിഷിയേഷൻ കിട്ടിക്കഴിഞ്ഞാലും റെഡി ആവും. അപ്പൊ അത് നമ്മൾ മാക്സിമം അപ്രിഷിയേറ്റ് ചെയ്യാൻ നോക്കും. അപ്പോൾ ഈ ഒരു ചലഞ്ചിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സംഭവം എന്ന് വെച്ചാൽ, നിങ്ങൾ അതിന്റെ ഒരു മീറ്റിംഗ് പിന്നെ നടന്നിട്ടില്ല, ഒരു മീറ്റിംഗ് നടന്നു എന്നതിന്റെ അപ്പുറത്തേക്ക് അതിന്റെ ഒരു ഫോളോ അപ്പ് സിസ്റ്റം ഞാൻ അതിൽ നിന്ന് 2-3 ലീഡേഴ്സിന് കിട്ടുകയാണെങ്കിൽ, ആരെങ്കിലും റെഡിയുള്ള ആളുകളുണ്ടെങ്കിൽ, ഞാൻ കഴിഞ്ഞ സൺഡേ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സംഭവം. ഇതിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടി ഇപ്പൊ സിസ്റ്റം ആയി. ആ സിസ്റ്റം നിങ്ങൾക്ക് ആർക്കെങ്കിലും ആക്കി ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ആളുകളുടെയും ഡെയിലി ഓരോ ആളുകളും ചെയ്തിരിക്കുന്ന റിപ്പോർട്ട് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. ഓക്കെ, ആ റിപ്പോർട്ട് നോക്കുക ചെയ്യാത്ത ആളുകൾക്കും വരും. അങ്ങനെ കുറെ ആളുകൾ ചലഞ്ചസിൽ പങ്കെടുക്കാനും വേണ്ടിയിട്ട് കഴിഞ്ഞതിൽ റെഡി ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു ടീമിലേക്ക് വരുമ്പോഴാണ് ഇത് ഒന്നും കൂടെ നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഞാൻ ഉദ്ദേശിക്കുന്ന സംഭവം എന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും ലൈഫിൽ പാർട്ണർ എന്ന് പറയുന്ന സംഭവം നമ്മൾ കേട്ടിട്ടുണ്ടാവും. പാർട്ണർ അല്ലെ? പാർട്ണർ എന്ന് പറഞ്ഞാൽ എന്താ? പാർട്ണർ എന്ന് പറഞ്ഞാൽ എന്താ? ഏതൊക്കെ ടൈപ്പ് പാർട്ണേഴ്സ് നമ്മൾ കേട്ടിട്ടുണ്ട്? ലൈഫ് പാർട്ണർ, ബിസിനസ് പാർട്ണർ ഒക്കെ കേട്ടിട്ടുണ്ട്. പിന്നെന്തേ പാർട്ണർഷിപ്പ് കേട്ടിട്ടുണ്ടോ? ലൈഫ് പാർട്ണർ, ബിസിനസ് പാർട്ണർ അല്ലാതെ കേട്ടിട്ടുണ്ടോ? വേറെ അക്കൗണ്ടബിലിറ്റി പാർട്ണർ. അക്കൗണ്ടബിലിറ്റി പാർട്ണർ, വെരി ഗുഡ് ശിലാമി. ഓക്കെ, നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് അക്കൗണ്ടബിലിറ്റി പാർട്ണറെ കുറിച്ചിട്ടാണ്. അക്കൗണ്ടബിലിറ്റി പാർട്ണറെ കുറിച്ചിട്ട് ആണ് സംസാരിക്കുന്നത്. എന്താണ് അക്കൗണ്ടബിലിറ്റി പാർട്ണർ? ഹാവിംഗ് accountability partner can significantly accelerate your journey towards personal or professional success. Okay, ഒരു അക്കൗണ്ടബിലിറ്റി പാർട്ണർ ഒരാൾക്ക് എന്ത് ചെയ്യും, അയാളുടെ പേഴ്സണൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ സക്സസിന് വേണ്ടിയിട്ട് അത് സഹായിക്കുന്നതാണ് അക്കൗണ്ടബിലിറ്റി പാർട്ണറുടെ പ്രത്യേകത. അപ്പോ ഇന്ന് നമ്മൾ ഇനി ആ ഒരു ഗ്രൂപ്പിൽ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു സംഭവമാണ് അക്കൗണ്ടബിലിറ്റി പാർട്ണർ. ഓക്കെ, ആ ഗ്രൂപ്പിൽ ആരൊക്കെയാണോ പങ്കെടുക്കുന്നത് ആ ആളുകളിൽ എന്ത് വരണം, അക്കൗണ്ടബിലിറ്റി പാർട്ണർ വരണം. ഫോർ എക്സാമ്പിൾ, ഷീല മാമിന്റെ അക്കൗണ്ടബിലിറ്റി പാർട്ണർ ആയിട്ട് ഇപ്പോ വേറെ ആൾ വരിക, മണി സാർ വരിക, അല്ലെങ്കിൽ നൗഫൽ സാറിന്റെ അക്കൗണ്ടബിലിറ്റി പാർട്ണർ ആയിട്ട് മനോജ് സാർ വരിക. ലൈക്ക് ദാറ്റ്. ഇപ്പൊ നിങ്ങൾക്ക് തീരുമാനിക്കാം. കുറച്ച് ആക്റ്റീവ് ആയിട്ടുള്ള ആളുകളും ആക്റ്റീവ് കുറഞ്ഞ ആളുകളും അക്കൗണ്ടബിലിറ്റി പാർട്ണർ ആവുക. ആ ആളുകൾ അവരുടെ ഈ കൾച്ചർ പാലിക്കുന്നുള്ളത് പരസ്പരം എന്ത് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യാം. ക്ലിയർ ആണോ? എന്നിട്ട് ഈ ഫൈൻ സിസ്റ്റം ഒരു ഗൂഗിൾ പേ നമ്പർ വെച്ചിട്ട് നിലവിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ അടുത്ത വീക്കിലെ ക്ലാസ്സിൽ വരുമ്പം ആരാണോ ബെസ്റ്റ് പെർഫോമർ, ആ വീക്കിലി ബെസ്റ്റ് പെർഫോമറെ ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ട് അവർക്ക് അജിഷ അല്ലെങ്കിൽ ഗോപികയൊക്കെ ആയിട്ട് സംസാരിച്ചിട്ട് കൺഗ്രാജുലേഷൻ പോസ്റ്റേഴ്സ് ഒക്കെ അവർക്ക് ഉണ്ടാക്കുക.
ചൊവ്വാഴ്ച വരെയുള്ള റിസൾട്ട് നിങ്ങൾ എടുത്താൽ മതി. ചൊവ്വാഴ്ച വരെ ആരാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. ബുധനാഴ്ച നമ്മുടെ ക്ലാസ് ഉണ്ടാവുക. ഓക്കെ, ചൊവ്വാഴ്ച ആയിരിക്കും എൻഡിങ്. ചൊവ്വാഴ്ച വരെ ആരാണ്, ചൊവ്വ മുതൽ അടുത്ത ഇതുവരെ, ഓക്കെ, അടുത്ത തിങ്കൾ വരെയുള്ള ആളുകൾ ആരാണ്, തിങ്കൾ ടു ചൊവ്വ ആരാണ് സക്സസ് ഏറ്റവും കൂടുതൽ ഇത് ചെയ്തിരിക്കുന്നത്. അത് ചുമ്മാ ചെയ്ത് എന്ന് ഇതിൽ റിപ്പോർട്ട് ഇട്ടാൽ പോരാ, ഗൂഗിൾ ഫോമിൽ ഇട്ടാൽ പോരാ. ഓക്കെ, അവർ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു അക്കൗണ്ടബിലിറ്റി വേണം. അതിനാണ് അക്കൗണ്ടബിലിറ്റി പറഞ്ഞത്. അക്കൗണ്ടബിലിറ്റി പറഞ്ഞാൽ എന്ത് ചെയ്യണം, അത് പ്രൂവ് ചെയ്യുകയും വേണം. എന്നിട്ട് എന്ത് ചെയ്യണം, അത് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുകയും വേണം. അപ്പൊ ആ ചലഞ്ചസിന്റെ ഒരു നെക്സ്റ്റ് ലെവൽ, ഒരു വേർഷൻ 2.0 നമ്മൾ ആരംഭിക്കുകയാണ്. ഓക്കെ, അപ്പോ ആദ്യം വേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാല്, ആരാണ് ഇത് റസാഖ് സാർ മെയിൽ ഐ ഡി ഒന്ന് എനിക്ക് ഷെയർ ചെയ്ത് തരാം. വേറെ ആരാണ് ഇത് നോക്കാൻ താല്പര്യം അവരുടെ മെയിൽ ഐ ഡി കൂടി ഷെയർ ചെയ്യാം. ആ മെയിൽ ഐ ഡിക്ക് ഞാൻ ഈ ഒരു ഇതിന്റെ ഒരു ട്രാക്ക് റെക്കോർഡ്, ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്ന ട്രാക്ക് റെക്കോർഡ് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ചെയ്തു തരും. ഓക്കെ, ആ ട്രാക്ക് റെക്കോർഡ് ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നെങ്കിൽ ചെയ്തു തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ അനുസരിച്ചിട്ട് ഓട്ടോമാറ്റഡ് ആയിട്ട് എന്ത് വരും, ഓട്ടോമാറ്റഡ് ആയിട്ട് ഇതിന്റെ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഇതിന്റെ റിസൾട്ട് എന്ത് ചെയ്യും, കിട്ടിക്കൊണ്ടേയിരിക്കും. ആ റിസൾട്ട് നോക്കിയിട്ടാണ് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ ഒരു ചലഞ്ചസിലും ഒന്നാമത്തെ കാര്യം ഇതാണ്, വളരെ കർശനമായിട്ട് ഫൈൻ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് അടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടക്കണം. ഓക്കെ, അതിന്റെ പേയ്മെന്റ് കിട്ടുന്നതുകൊണ്ടായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുക, ഗിഫ്റ്റ് കൊടുക്കുക. ഗിഫ്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുക എന്ന് പറയുന്നത് ഒരു പുസ്തകമായിരിക്കും. ഓക്കെ, ഒരു പുസ്തകമായിരിക്കും. ആ വ്യക്തി പറയുന്ന ഒരു 500 റുപ്പീസിന്റെ താഴെയുള്ള പുസ്തകം, ആരാണോ സക്സസ് ആയിരിക്കുന്നത് അവരുടെ ആവശ്യപ്രകാരമുള്ള 500 റുപ്പീസിന്റെ താഴെ പുസ്തകം അവർക്ക് കൊറിയറായിട്ട് അയച്ചു കൊടുക്കാം. എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി റസാഖ് സാർ, ഇതിലുള്ളത് ചിലപ്പോൾ പിന്നെ കണ്ടെന്ന് വരില്ല. ഓക്കെ, ആരൊക്കെയാണോ അതിന് ലീഡേഴ്സിന്റെ ഇതിലേക്ക് വരാനുള്ളത് ആ ആളുകൾ. അതിന്റെ പുറമെ ആ ലീഡേഴ്സിന്റെ ഒരു 2 മീറ്റിംഗ് എന്ത് ചെയ്യണം, വീക്കിലി നടക്കണം. എന്തൊക്കെയാണ് മീറ്റിംഗ് എന്ന് പറയാം. അപ്പൊ ആരൊക്കെയാണ് ഇതിന്റെ ലീഡർഷിപ്പിലേക്ക് വരാൻ, കഴിഞ്ഞ ഇതിൽ പറഞ്ഞിട്ടുണ്ട്, ഒന്നും കൂടെ ചോദിക്കുകയാണ്. ലീഡർഷിപ്പിലേക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ഇതിന്റെ മീറ്റിംഗ് ഒക്കെ നടത്തി ഇതിന്റെ ഒരു ആവശ്യമായിട്ട്, നിങ്ങൾക്കൊരു ആവശ്യമായിട്ട് മാറുന്നുള്ള ആൾക്കാർ വന്നാൽ മതി. ഓക്കെ, ഞാൻ വിളിച്ചിട്ട് നിങ്ങളോട് മീറ്റിംഗ് നടത്തിയ കാര്യങ്ങൾ നടത്തിയ ചോദിക്കല്ല, നിങ്ങൾ അതിന്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഏറ്റെടുത്തിട്ട് ഇത് ചെയ്യാൻ തയ്യാറാണ്. ഓക്കെ, എന്താണ് നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്, എന്താണ് നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്. ജിമ്മിലെ ട്രെയിനർക്ക് എല്ലാവർക്കും ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് എന്താ ബെനിഫിറ്റ് കിട്ടുക? നിങ്ങൾ ജിമ്മിൽ പോകുന്ന ഒരാളാണ്, എല്ലാവർക്കും ട്രെയിനിങ് കൊടുക്കുന്നത്, എന്താ അയാൾക്ക് ബെനിഫിറ്റ് കിട്ടുക? അയാൾക്ക് നല്ല മസിലുണ്ടാവും, അയാൾക്ക് നല്ല ബോഡി ഉണ്ടാവും അല്ലെ, അയാൾക്ക് നല്ല മസിൽ അല്ലെങ്കിൽ അയാൾക്ക് നല്ല ബോഡി ഉണ്ട്, അയാളുടെ ബോഡി സ്ട്രക്ചർ ഏറ്റവും സൂപ്പർ ആയിരിക്കും. സെയിം ലൈക്ക് ദാറ്റ് ഇതിന്റെ ലീഡർഷിപ്പിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് വെച്ചാൽ നിങ്ങളുടെ ലൈഫ് എന്ത് ചെയ്യും, ഏറ്റവും നല്ല രീതിയിൽ ഈ കൾച്ചർ പാലിക്കുന്ന ഒരാളായിട്ട് നിങ്ങൾ അറിയാതെ മാറും. സോ ഈസ് റെഡി. ഒന്ന് കമന്റ് ചെയ്യാം, ടൈം സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞോളെ, ആരാണ് റെഡി എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യാം. ഒരു ബാക്കിയുള്ള സെഷനിലേക്ക് നമുക്ക് പോകാം. നൗഫൽ സാർ റെഡിയാണ്. ഓക്കെ, എന്നാ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക റസാഖ് സാർ. ഓക്കെ, നൗഫൽ സാർ അതിൽ ആഡ് ചെയ്യുക, ലീഡർ നിങ്ങൾ ആഡ് ചെയ്യുക. പിന്നെ ആരാ റെഡി അല്ലേ? റസാഖ് സാർ റെഡിയാണ്. 2 പേരുണ്ട്, വേറെ ആരെങ്കിലും? എനിബഡി? ഒരിക്കല് പാർട്ട്ണർമാരും ഇതിൽ ഇപ്പൊ തന്നെ നിശ്ചയിക്കാന്നാല്. ഷൈനി മാമ സുനിൽ സാർ റെഡിയാണ്. ഓക്കെ, ശരി, ഇത്ര മതി. ഈ 4 ആൾക്കാർ മതി. ഈ 4 ആൾക്കാരെ നിങ്ങൾ എന്ത് ചെയ്യുക, ലീഡറായിട്ട് കമന്റ് ചെയ്യുക. ലീഡറായിട്ട് എന്ത് ചെയ്യുക, സുനിൽ സാറ്, ഷൈനി മാം, റസാഖ് സാറ്, ഇത്. ഓക്കെ, നിങ്ങൾ 2 കാര്യമാണ് ചെയ്യേണ്ടത്. ഒന്ന്, വീക്കിലി 2 മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യുക. ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യേണ്ട ഡേ എന്ന് പറയുന്നത് ചൊവ്വാഴ്ചയാണ്, ചൊവ്വാഴ്ച നൈറ്റ്. ഓക്കെ, ചൊവ്വാഴ്ച നൈറ്റില്, ചൊവ്വാഴ്ച വരെ, ചൊവ്വാഴ്ച നൈറ്റിലാണ് മീറ്റിംഗ് കൂടേണ്ടി വരിക. അപ്പൊ ആ ചൊവ്വാഴ്ചയിൽ തിങ്കളാഴ്ച വരെയുള്ള റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അപ്പൊ അതിനനുസരിച്ച് അത് അറേഞ്ച് ചെയ്യുക. നേരത്തെ ചൊവ്വാഴ്ച എന്താ പറഞ്ഞിരിക്കുന്നത്, തിങ്കളാഴ്ച വരെയുള്ള റിസൾട്ട് നിങ്ങളുടെ കയ്യിലുണ്ടാവും. അപ്പോൾ ആ ഒരു 7 ദിവസത്തിന് ചാലഞ്ച് ആക്കിയിട്ട് എടുക്കുക, അതിന് മുമ്പൊക്കെ ഉള്ള. അപ്പോൾ തിങ്കള്, ഞായർ, അതേപോലെ ശനി, വെള്ളി, വ്യാഴം, ബുധൻ, ചൊവ്വ. ചൊവ്വ മുതൽ തിങ്കൾ വരെ ഉള്ള ഒരു ദിവസത്തിന് എന്ത് ചെയ്യാം, നിങ്ങൾ റിസൾട്ട് ആക്കിയിട്ട് എടുക്കുക. തിങ്കൾ ടു ചൊവ്വ, കഴിഞ്ഞ തിങ്കൾ ടു ചൊവ്വ. അത് ഇതിൽ എങ്ങനെയാണ് നോക്കേണ്ടത്, അതെങ്ങനെയാണ് വീക്കിലി റിപ്പോർട്ട് ആക്കി തരാം. ഈ ട്രെയിനിങ് നിങ്ങൾക്ക് തരും. ഓക്കെ, പിന്നെ ഇതിന്റെ ഇൻബിറ്റ്വീൻ നിങ്ങൾ വേറെ മീറ്റിംഗ് ഉണ്ട്. മീറ്റിങ്ങിന്റെ സമയം എന്ന് പറയുന്നത് ഒരു 10 മിനിറ്റ് മതി.
ഓക്കെ, 10 മിനിറ്റ് മതി നിങ്ങളുടെ മീറ്റിങ്ങിന്റെ സമയം. ആ 10 മിനിറ്റിൽ നിങ്ങൾ കാര്യങ്ങൾ എന്ത് ചെയ്യുക, തീരുമാനിക്കുക. ക്ലിയർ ആണോ? ഓക്കെ, എന്തിനാണ് നമ്മുടെ ലൈഫിൽ, ഓക്കെ, ഇതൊരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടാണ് ഇപ്പൊ നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഇതിനെന്തെങ്കിലും ശാസ്ത്രീയത ഉണ്ടോ? ഒരു അക്കൗണ്ടബിലിറ്റി പാർട്ണർ വേണം. ഓക്കെ, ഒരു അക്കൗണ്ടബിലിറ്റി പാർട്ണർ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന കുറച്ച് ബെനിഫിറ്റുകളാണ് ഞാൻ പറയുന്നത്. ഒരു 7ഓളം ബെനിഫിറ്റുകൾ നിങ്ങൾക്ക് ഒരു അക്കൗണ്ടബിലിറ്റി പാർട്ണർ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ബെനിഫിറ്റുകളാണെന്ന് പറയുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് എനിക്ക് ഒരാള്, ഞാൻ ഇതുവരെ അധികം സംസാരിക്കാത്ത ഒരാൾ, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാള് ഒന്ന്, ഈ ഷീന എന്ന് പറയുന്ന ആളാരാണ്? ഷീന കേൾക്കുന്നുണ്ടോ? ഷീന കേൾക്കുന്നുണ്ടോ? കേൾക്കാം. മനോജ് എന്ന് പറഞ്ഞ ആളായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒരേ രീതിയിലാണോ? അല്ല. ഷീന എന്നല്ലേ? മനോജ് വേറെ സംസാരിക്കാം. ഷീന ഒന്ന് പരിചയപ്പെടുത്തുമോ? ഞാൻ ഷീന, തൃശ്ശൂരിൽ നിന്നാണ്. ചെയ്യുന്നേ എന്താ ചെയ്യുന്നേ? എന്താ ചെയ്യുന്നത്? എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ ഞാൻ ഓൺലൈൻ ബിസിനസ് ചെറുതായി ചെയ്യുന്നുണ്ട്. എന്ത് ബിസിനസ്സാ? അപ്പൊ നമ്മൾ ഇവര് ഓൺലൈൻ ഓർഡർ ചെയ്തോളൂ. എന്താ ബിസിനസ്? ഡ്രസ്സിന്റെ. ഷീന മാം ഓൺലൈനിൽ ഡ്രസ്സിന്റെ ബിസിനസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആരെങ്കിലും ഡ്രസ്സ് ആണെങ്കിൽ ഷീന മാം ആവശ്യം. എന്താണ്, ജെന്റ്സിൻ്റെതാണോ ലേഡീസിന്റെ ആണോ? ലേഡീസ് മാത്രമേ ഉള്ളൂ, ജെന്റ്സ് ഇല്ല. നിങ്ങളെ ഗ്രൂപ്പിൽ എന്ത് ചെയ്യണ്ട, നിങ്ങളത് പിന്നെ നിങ്ങൾ ചെയ്യൂലെന്ന് എനിക്കറിയാം, ചെയ്യണ്ട. അഥവാ വേറെ ആർക്കൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, അത് കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ ട്രിപ്പ് പോകാറുണ്ടോ? ട്രിപ്പ് ഇടയ്ക്ക് പോകാറുണ്ട് അല്ലേ? നിങ്ങൾ ട്രിപ്പ് പോകുന്ന സ്ഥലത്ത് നിന്ന് നിങ്ങൾക്കൊരു ഗൈഡിനെ കിട്ടുകയാണ്, അല്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് അറിയുന്ന ഒരു സുഹൃത്തുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ മലപ്പുറത്തേക്കാണ് ട്രിപ്പ് വരുന്നത്, തൃശ്ശൂരിൽ നിന്ന്. ഓക്കെ, മലപ്പുറത്ത് നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങളൊരു ദിവസം കൊണ്ട് നടക്കാൻ റസാഖ് സാർ സഹായിക്കാൻ തീരുമാനിച്ചു. നിങ്ങൾക്ക് ഉണ്ടാകുന്ന ബെനിഫിറ്റ് എന്തായിരിക്കും? പെട്ടെന്ന് സ്ഥലങ്ങളൊക്കെ പെട്ടെന്ന് സ്ഥലങ്ങൾ കാണാൻ പറ്റും. താങ്ക് യു ഷീന മാം. അല്ലേ, ഒന്നാമത്തെ അക്കൗണ്ടബിലിറ്റി പാർട്ണർ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങളുടെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ക്ലാരിറ്റി ആൻഡ് ഫോക്കസ്. ഓക്കെ, ലൈഫിൽ നിങ്ങൾക്ക് സക്സസ് ആവാൻ ഏറ്റവും കൂടുതൽ വേണ്ടത്, ഷീന മാം താങ്ക് യു, ഫസ്റ്റ് വേണ്ട ഒരു കാര്യം എന്താണ്? ക്ലാരിറ്റി ആൻഡ് ഫോക്കസ്. ഒരു അക്കൗണ്ടബിലിറ്റി പാർട്ണർ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു യാത്രയുടെ സ്പീഡ് കൂടുക എന്ന് പറയുന്നത് നല്ല വളവുള്ള റോഡിലൂടെയാണോ, അല്ല ഭയങ്കര സ്ട്രെയിറ്റ് ആയിട്ട് കാണുന്ന റോഡിലാണോ നിങ്ങൾ സ്പീഡിൽ വണ്ടി ഓടിക്കുക? ഏതിലെ വണ്ടി സ്പീഡിൽ ഓടിക്കുക? സ്ട്രെയിറ്റ് ആയിട്ട് കാണുന്ന ഒരു വഴിയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, സ്പീഡ്. കാരണം എന്താ, അവിടെ നമുക്ക് ക്ലാരിറ്റി ആൻഡ് ഫോക്കസ്, ക്ലാരിറ്റി വളരെ ക്രിസ്റ്റൽ ക്ലാരിറ്റി ഉണ്ടാവും, റോഡ് കാര്യങ്ങൾ എല്ലാം ക്ലാരിറ്റി ഉണ്ടാവും. ഓക്കെ, അതേപോലെ ലൈഫിൽ എപ്പോഴും നമ്മുടെ ലൈഫ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 രീതിയിൽ പോവാം. ലൈഫിൽ ഗോൾ സെറ്റ് ചെയ്തവരുണ്ടാവും, ഗോൾ സെറ്റ് ചെയ്യാത്തവരുണ്ടാവും. ഇപ്പൊ നിങ്ങൾ കാര്യം ചെയ്യാം, എന്തിനാണ് ഈ ഗോൾ സെറ്റ് ചെയ്യേണ്ടത്, എന്തിനാണ് ഗോൾ സെറ്റ് ചെയ്തായിരിക്കണം? നിങ്ങൾ കാര്യം ചെയ്യാം, നിങ്ങൾ ജസ്റ്റ് ഒരു പേനയും പേപ്പർ എടുക്കുക. എല്ലാ ആളുകളും ഒരു പേനയും പേപ്പർ എടുക്കുക. ജസ്റ്റ് എടുക്കുക, ടേക്ക് എ പെൻ ആൻഡ് പേപ്പർ. എടുത്തോ? എല്ലാവരും എടുത്തു കഴിഞ്ഞാൽ പറയാം. എടുത്തോ? ഓക്കെ ആയാ? എന്റെ സ്ക്രീൻ ഷെയറിംഗ് കാണുന്നുണ്ടോ? എന്തെങ്കിലും കാണുന്നുണ്ടോ? ടൈമർ കാണുന്നുണ്ടോ സ്ക്രീനിൽ? ഇല്ലല്ലോ. കാണുന്നില്ല? ഷെയർ ഇൻവൈറ്റ് everyone to use time. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ടോ? ടൈമർ ഇൻവിറ്റേഷൻ നിങ്ങളുടെ മൊബൈലിൽ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. എല്ലാവരും ഇൻവിറ്റേഷൻ ഒന്ന് ആക്സെപ്റ്റ് ചെയ്തേ. ഒരു വ്യൂ എന്നുള്ളൊരു ഓപ്ഷൻ ചാറ്റിൽ വന്നിട്ടുണ്ട്. വ്യൂ എന്നുള്ള ഓപ്ഷൻസ് ചാറ്റ് വന്നിട്ടുണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. ഇനി പേപ്പർ എല്ലാവരും എടുത്തോ? പേപ്പർ എല്ലാവരും എടുത്തോ? ഇനി നിങ്ങൾ അതിലേക്ക് നോക്കണ്ട, ജസ്റ്റ് നിങ്ങളത് അവിടെ വെച്ചാൽ മതി. ഓക്കെ, ഇനി എല്ലാവരും പേനയും പേപ്പർ എടുത്തോ?
പേന പേപ്പർ എടുത്ത് റെഡി ആയവരൊക്കെ ഒന്ന് ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്തേ. റെഡി ആയവര് ഒക്കെ 6 കമന്റ് ചെയ്തേ. 6. ഓക്കെ, എല്ലാവരും പേന. നിങ്ങളെ ടൈമർ ഓപ്പൺ ചെയ്ത് വെക്കുക. ടൈമറിലേക്ക് നിങ്ങൾ നോക്കണ്ടോ, ജസ്റ്റ് നിങ്ങൾ ടൈമർ ഓപ്പൺ ചെയ്ത് വെച്ചാൽ മതി. ഞാൻ നിങ്ങൾക്കൊരു ചലഞ്ച് തരാൻ പോവാണ്. ഓക്കെ, ഞാനൊരു ചലഞ്ച് തരാൻ പോവാണ്. ആ ചലഞ്ച് ചെയ്താൽ എന്താ മതി, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ മതി. ആ ചലഞ്ച് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഓക്കെ, ഞാൻ നിങ്ങളോട് കുറെ സീറോ ഇടാൻ പറയാം. ഓക്കെ, കുറെ സീറോ ഇടാനും വേണ്ടിയിട്ട് പറയാണ്. ഓക്കെ, ടൈമർ ഇപ്പൊ നിങ്ങൾ നോക്കണ്ട. ടൈമർ ഞാൻ പല സമയം ചിലപ്പോൾ സെറ്റ് ചെയ്യും. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സീറോ ഇടുക. ഞാൻ സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ ചെയ്താൽ മതി, സീറോ ഇട്ടാൽ മതി. ഓക്കെ, ജസ്റ്റ് സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ സീറോ ഇട്ട് തുടങ്ങുക. ടൈമറിലേക്ക് നോക്കേണ്ട. ടൈമർ ഇപ്പൊ ഞാൻ ഓപ്പൺ ആക്കിയിട്ടില്ല. ഞാൻ ഓപ്പൺ ആക്കുമ്പോൾ ഞാൻ പറയാം. ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് സ്റ്റാർട്ട്, സീറോ ഇട്ട് തുടങ്ങും. സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, സീറോ ഇട്ട് തുടങ്ങും. എല്ലാവരും സീറോ ഇട്ട് തുടങ്ങുക. പെട്ടെന്ന് സീറോ ഇട്ട് തുടങ്ങും. സ്റ്റോപ്പ്. ഓക്കെ, നിങ്ങളുടെ സീറോ കൗണ്ട് ചെയ്യുക. എന്നിട്ട് ഒന്ന് ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്ത് ആർക്കാണ് ഏറ്റവും ടോപ്പ് സീറോ ഇട്ടിരിക്കുന്നത്. കൗണ്ട് ചെയ്തോ? കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. ഓക്കെ, ഓരോ ആളുകളും സീറോ. ഓക്കെ, നൗഫൽ സാർ 61, റസാഖ് സാർ 70, വിൻസെന്റ് സാർ 30, ബഷീർ സാർ 58, പ്രീത മാം 66, ഓക്കെ, ഷമീറ മാം 46, ഷൈനി മാം 58, സുനിൽ സാർ 75, മണി സാർ 35, ബീന മാം 67, ഷിന മാം 45, 62, 50, 37, 67, 48. അപ്പൊ ഇതിൽ ഏറ്റവും ടോപ്പായിട്ട് സീറോ ആയിട്ടിരിക്കുന്ന സുനിൽ സാറാണ്. ഓക്കെ, സുനിൽ സാർ ഇട്ടിരിക്കുന്ന 75 സീറോ ആണ്. ഓക്കെ, ഇനി ഞാൻ ഒന്നും കൂടെ പറയാണ്. നേരത്തെ ഞാൻ നിങ്ങളോട് എന്താ പറഞ്ഞു, ഒന്നും പറഞ്ഞിട്ടില്ല, ജസ്റ്റ് സീറോ ആണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് 30 സെക്കൻഡ് സമയമാണ് ഉണ്ടാവുക. ഞാൻ പറയുമ്പോൾ സ്റ്റാർട്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഉണ്ടാവുന്ന സമയം എന്ന് പറയുന്നത് 30 സെക്കൻഡ് ആണ്. ആ 30 സെക്കൻഡിൽ നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് എത്രമാത്രം സീറോ ഇടാൻ സാധിക്കുമോ അത്രമാത്രം സീറോ ഇടാം. സ്റ്റാർട്ട് ആയിട്ടില്ല കേട്ടോ, ഞാൻ പറഞ്ഞു സ്റ്റാർട്ട് ചെയ്താൽ മതി. ഇതാണ് ഇപ്പൊ നിങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇതാണ് 30. ഞാൻ സ്ക്രീൻ ഷെയറിംഗ് കാണിച്ചുതരാം. കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ, 30.3 സെക്കൻഡ് കൊണ്ടാണ് നിങ്ങൾ ഇപ്പൊ ഈ സീറോ ഇട്ടിരിക്കുന്നത്. ഓക്കെ, ഇനി ഒരിക്കൽ കൂടെ ഞാൻ നിങ്ങൾക്ക് ഒരു അവസരം തരാണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാനായിട്ടില്ല. നിങ്ങളുടെ മുമ്പിൽ എന്താ ഉള്ളത്? 30 സെക്കൻഡ് ആണ് ഉള്ളത്. നമ്മുടെ ചലഞ്ച് എന്ന് പറയുന്നത് മാക്സിമം സീറോ. നിങ്ങൾക്ക് എത്രമാത്രം സീറോ ഇടാൻ സാധിക്കുക അത്രമാത്രം സീറോ ഇടാം. ബി റെഡി. സീറോ. ഈ റെഡി ആയിട്ടുള്ളൂ. 1, 2, 3 സ്റ്റാർട്ട്. മാക്സിമം സീറോ. നിങ്ങൾക്ക് എത്രമാത്രം സീറോ ഇടാൻ സാധിക്കും അത്രമാത്രം സീറോ ഇടാം. ചാലഞ്ച് ഈസ് ഓൺ ഗോയിങ്. സമയം റണ്ണായിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റോപ്പ്. ഇനി ഒന്ന് കൗണ്ട് ചെയ്തേ. ദിവ്യ മാം അങ്ങനെ കൗണ്ട് ചെയ്തുകൂടെ ഇതിൽ 66, നൗഫൽ സാർ 75, റസാഖ് സാർ 90, പ്രീത മാം 70, സുനിൽ സാർ 85,
മണി സാർ 69, വിൻസെന്റ് സാർ 49. നിങ്ങളുടെ എല്ലാവരുടെയും 0 കഴിഞ്ഞതിനേക്കാളും കൂടിയോ കുറഞ്ഞോ? കഴിഞ്ഞതിനേക്കാളും കൂടിയോ കുറഞ്ഞോ? കൂടി സാർ. കൂടി. കഴിഞ്ഞത് നിങ്ങൾ 30.3 സെക്കൻഡിനാണ് ഇരിക്കുന്ന വെച്ചെങ്കിൽ ഇപ്പൊ നിങ്ങൾ ചെയ്തിരിക്കുന്ന ഏകദേശം 26 സെക്കൻഡാണ്. ഓക്കെ, 4 സെക്കൻഡ് ബാക്കിലാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഗോള് അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി, ഒരു ഫോക്കസ് ഉണ്ടാകുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ലക്ഷ്യമുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് എത്തും, ലക്ഷ്യമില്ലാത്തൊരു എവിടെയെങ്കിലും എത്തുന്നതാണ്. രണ്ടുപേരും എത്തും, ലക്ഷ്യമുള്ളവരെന്ത് ചെയ്യും, ലക്ഷ്യത്തിലേക്ക് എത്തും. അപ്പൊ ലൈഫിൽ എത്രയും എല്ലാ ട്രെയിനിങ്ങിന് പോയി കഴിഞ്ഞാലും അവരെല്ലാവരും പറയുന്ന ഒരു ഫൈനൽ വേർഡ് ഉണ്ടാവും, ഓക്കെ, സെറ്റ് എ ഗോൾ. എന്തുകൊണ്ടാണ് പറയുന്നത്? സിമ്പിൾ എക്സാമ്പിൾ, ലൈവ് എക്സാമ്പിൾ കാണിച്ചത്. നിങ്ങളുടെ കയ്യിൽ 30 സെക്കൻഡ് ടൈമാണ് നമ്മുടെ കയ്യിലുള്ള ഒരു അസറ്റ് എന്ന് പറയുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ബിഗ് അസറ്റ് എന്ന് പറയുന്നത് എന്താണ്? ടൈമാണ്. ആ ടൈമിലേക്ക് നിങ്ങൾ എന്ത് കൊടുക്കുന്നോ അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടിക്കൊണ്ടേയിരിക്കും. ആ ടൈമിലേക്ക് എന്ത് കൊടുക്കുന്നോ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, തിരിച്ചു കിട്ടിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ നിങ്ങൾ 30 സെക്കൻഡ് നിങ്ങൾക്ക് തന്നു, ആദ്യത്തെ 30 സെക്കൻഡ് നിങ്ങൾ 0 ഇടാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ 0 ഇട്ടു, അത് ഗോളല്ലായിരുന്നു. ഓക്കെ, ജസ്റ്റ് നമ്മളൊരു 0 ഇടുക എന്ന് പറഞ്ഞല്ലോ. രണ്ടാമത്തിൽ നമ്മൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് അഡ്വൈസ് ചെയ്യുന്നതാണ് 30 സെക്കൻഡാണ് നിങ്ങൾക്കുള്ളത്, അതിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ അത്രയും മാക്സിമം 0 എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പെർഫോമൻസ് കൂടി. എന്നാൽ 30 സെക്കൻഡ് എടുത്തിട്ടില്ല, അതിന്റെ 2-3 സെക്കൻഡ് മുമ്പ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടും കഴിഞ്ഞതിനേക്കാളും കൂടുതൽ പ്രൊഡക്ടിവിറ്റി നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിച്ചു നിങ്ങളാണ്. ക്ലിയർ ആണോ? ഇതിന്റെ റീസൺ എന്ന് പറയുന്നത് ഇതേപോലെയാണ് ഒരു അക്കൗണ്ടബിലിറ്റി പാർട്ണർ നിങ്ങൾക്ക് ഉണ്ടാവുക. അക്കൗണ്ടബിലിറ്റി പാർട്ണർ നിങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒന്നാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ക്ലാരിറ്റി ആൻഡ് ഫോക്കസ് ആണ്. ക്ലാരിറ്റി ആൻഡ് ഫോക്കസ്. ഓക്കെ, രണ്ടാമത്തെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇപ്പോ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഒരു അക്കൗണ്ടബിലിറ്റി പാർട്ണർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവിടെ ഓട്ടോമാറ്റിക്കായി നടക്കുന്നത് റെഗുലർ ചെക്കിൻസ് നടക്കും. ഓക്കെ, റെഗുലർ ചെക്കിൻസ് നടന്നു കഴിഞ്ഞാൽ എന്താ നമുക്ക് ഉണ്ടാവുന്ന ഒരു ബെനിഫിറ്റ് എന്തായിരിക്കും? റെഗുലർ ആയിട്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുകയാണെങ്കിൽ എന്താ നമുക്ക് ഉണ്ടാകുന്ന ബെനിഫിറ്റ് എന്തായിരിക്കും? എന്താണ്ടാവുക? കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പ്രോഗ്രസ് ഉണ്ടാവും. കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പ്രോഗ്രസ് ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റിസൾട്ട് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? റിസൾട്ട്, ഒരു കാര്യത്തിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? രണ്ടും ഉണ്ട് സാർ. രണ്ടും ഉണ്ട് അല്ലെ? ഒരു കാര്യത്തിന്റെ റിസൾട്ട് പോസിറ്റീവ് ആവാം നെഗറ്റീവ് ആവാം. അത് അറിയാതിരിക്കുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയ അബദ്ധം വരുന്നത്. പല ആളുകളും ബിസിനസ് പൊട്ടുന്നതിന്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ പറയുക? ബിസിനസ് പൊട്ടുന്നതിന്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവരുടെ P&L. ഞാൻ ബിസിനസ് ട്രെയിനിങ് കൊടുക്കാൻ പോകുമ്പോൾ ഞാൻ ചോദിക്കും, എന്താ നിങ്ങളുടെ P&L, പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ മാസത്തെ എന്താണ്, കഴിഞ്ഞ വർഷത്തെ എന്താണ്? അങ്ങനെ നോക്കരുത്, എന്റെ ആവശ്യത്തിനുള്ള പൈസ ഇങ്ങനെ കിട്ടുന്നുണ്ട്, ഞാൻ ഇങ്ങനെ പോകുന്നുണ്ട്. അവർക്ക് അറിയില്ല അവരുടെ കപ്പൽ ഇപ്പം മുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള സത്യം. ഇതിലേക്ക് പണ്ട് ഞാനൊരു കൺസൾട്ടേഷൻ കൊടുക്കാനും വേണ്ടി പോയി. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. വളരെ ഫേമസ് ആണ്, നമ്മുടെ ഏരിയയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള കമ്പനിയാണ്. അങ്ങനെ ആ കമ്പനിയിൽ ഏകദേശം 10-40ഓളം സ്റ്റാഫുകളുണ്ട്. ഞാനൊരു ദിവസം അവരോട് പറഞ്ഞു, അവരുടെ 2 മാസം അനലൈസിങ്ങിന് ശേഷം ഞാൻ അവരോട് പറഞ്ഞു, ഞാനൊരു ഫിനാൻഷ്യൽ എക്സ്പേർട്ട് അല്ല, ബട്ട് ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങളുടെ കമ്പനി വളരെ ഡേഞ്ചർ ആയിട്ടൊരു സോണിലാണെന്ന് പറഞ്ഞു. അപ്പൊ അവരങ്ങനെ ചിരിച്ചെന്നോട്, എന്താ സാർ പറയുന്നത്, നിങ്ങളുടെ കമ്പനി ഭയങ്കര ടോപ്പാണ്, അത്ര ഡേഞ്ചർ സോണല്ല, ഹൈ പ്രോഫിറ്റിലാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ജസ്റ്റ് ഒരു ഫിനാൻഷ്യൽ കൺസൾട്ടന്റിനെ കണ്ടു ചെക്ക് ചെയ്യാൻ. അപ്പൊ ഞാനിത് 2 പാർട്ണേഴ്സ് ഉണ്ട്, അതിന്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഒരു പാർട്ണർക്ക് തോന്നി ഇത് എന്തോ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. ആ പാർട്ണർ ഇരുന്നു. ഒരു ദിവസം എനിക്ക് പെട്ടെന്നൊരു കോൾ വരുന്നുണ്ട്. പെട്ടെന്നൊരു കോൾ വന്നിട്ട് പറഞ്ഞു, സേഫ് സാർ ഞങ്ങൾക്ക് അർജന്റ് ആയിട്ടൊന്ന് മീറ്റ് ചെയ്യണം, ഓക്കെ, ഒന്ന് മലപ്പുറം വരാൻ സാധിക്കും ചോദിച്ചു. അപ്പൊ അവര് മലപ്പുറത്തെത്തി, ഞങ്ങൾ മലപ്പുറത്തെത്തി. ഒരു കഫേ, ഒരു കോഫി ഡേയിലെ ഒരു രീതിയിൽ ഞങ്ങൾ ഇരുന്നു. ആ ഇരുന്ന സമയത്ത് അവർ ആ സത്യം മനസ്സിലാക്കി. 30 lakh അവരപ്പം നഷ്ടത്തിലാണ്. എന്തുകൊണ്ടത് അറിയാത്തത് വെച്ച് കഴിഞ്ഞാല് അവര് കറക്റ്റ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടബിലിറ്റി ചെക്ക്, അവരുടെ അക്കൗണ്ട്സ് ചെക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ പ്രോഗ്രസ്. എന്നപോലെ നമ്മുടെ ലൈഫിൽ നമ്മൾക്ക് ഉണ്ടാവുന്ന റിസൾട്ട്, നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഫിനാൻസ്, നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഹെൽത്ത്, നിങ്ങൾക്ക് ഉണ്ടാവുന്ന റിലേഷൻഷിപ്പ്, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇമ്പ്രൂവ് ആവണം, നിങ്ങളുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ആവണം, നിങ്ങളുടെ ഫിനാൻസ് ഇമ്പ്രൂവ് ആവണം, നിങ്ങളുടെ നോളജ് ഇമ്പ്രൂവ് ആവണം, നിങ്ങളുടെ ഹാപ്പിനെസ് ഇമ്പ്രൂവ് ആവണം. ഇതൊക്കെ ആഗ്രഹമുള്ള ആളുകൾ മെസ്സേജ് കമന്റ് ചെയ്ത്. നിങ്ങളുടെ ഫിനാൻസ് ഇമ്പ്രൂവ് ആവണം, നിങ്ങളുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ആവണം, നിങ്ങളുടെ നോളജ് ഇമ്പ്രൂവ് ആവണം, നിങ്ങളുടെ ഹാപ്പിനെസ് ഇമ്പ്രൂവ് ആവണം. അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ് സംഭവിച്ചുകൊണ്ടേയിരിക്കണം. എല്ലാവർക്കും ആഗ്രഹം. പണ്ടൊരാൾ ചോദിച്ചില്ല, സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുള്ള ആളുകളൊക്കെ കയ്യൊന്നിക്കണം. എല്ലാവരും കയ്യൊന്നിച്ച്.
ഓക്കെ, മരിക്കാൻ ആഗ്രഹമുള്ള കയ്യടിച്ച പറഞ്ഞു, ആരും കയ്യടിച്ചില്ല. ഓക്കെ, എന്നപോലെ എല്ലാവർക്കും എന്തുണ്ട്, പോവാൻ ആഗ്രഹം ഉണ്ടാവും. ഇങ്ങനെ നിങ്ങൾക്ക് ഈ പ്രോഗ്രസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ദർ ഇസ് എ ഫോർമുല ഫോർ ദിസ്. ആ ഫോർമുല ആർക്കും അറിയേണ്ടത്? ഇതിലൊരു വ്യക്തമായ ഫോർമുല ഉണ്ട്. ആ ഫോർമുല കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 100% നിങ്ങൾക്ക് സക്സസ് ആവുമെന്ന് ഉറപ്പുള്ള ഒരു ഫോർമുല. ആർക്കാണ് ആ ഫോർമുല വേണ്ടത്? വേണ്ടവർക്കേ തരുള്ളൂ. വേണ്ട ആളുകൾ ഒന്ന് കമന്റ് ചെയ്യാം, എന്ന് കമന്റ് ചെയ്യാം. ആ കൃഷ്ണമൂർത്തി സാർക്ക് വേണം, ഷീജ മാമിന് വേണം. 100% ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും കേട്ടോ. ഈ ഫോർമുല എന്റെ ലൈഫിൽ ഞാൻ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്, എന്റെ ലൈഫിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട് അല്ലേ. അപ്പം ഞാൻ ഉപയോഗിച്ച് ശീലിച്ചൊരു ഉണ്ടാവുന്ന എനിക്ക് ഉറപ്പ് പറയാമല്ലോ. ആ ഫോർമുലയാണ് നിങ്ങൾ ഓൾറെഡി പറഞ്ഞു തന്നിരിക്കുന്ന ഈ ഫോർമുല. സേവേഴ്സ്. എന്താ സേവേഴ്സ്? ബി മാജിക്കിന്റെ നെടുന്തൂൺ ഫോർമുലയാണ് സേവേഴ്സ്. എന്താ സേവേഴ്സ് ആണ്? എന്താ SAVERS? എന്താണ്? സൈലൻസ്, അഫർമേഷൻ, വിഷ്വലൈസേഷൻ, എക്സസൈസ്, റീഡിംഗ്, സ്ക്രൈബിംഗ്. നിങ്ങളോടിപ്പോ പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെയാണ് അതിനുള്ള ഏറ്റവും വലിയ ഫോർമുല. മിറാക്കിൾ മോർണിംഗ് എന്നുള്ള പുസ്തകത്തിലുള്ള ഹാൽഫോർഡ് പറയുന്നുണ്ട്. അതിന്റെയൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ഈ പറഞ്ഞിരിക്കുന്ന സീക്രട്ടിലൂടെയും ഉപബോധ മനസ്സിന്റെ ശക്തിയിലൂടെയും നിങ്ങൾ ഏത് പുസ്തകം എടുത്ത് വായിക്കുകയാണെങ്കിലും, എല്ലാ പുസ്തകം എടുത്ത് വായിക്കുകയാണെങ്കിലും, എല്ലാ പുസ്തകത്തിന്റെ അവസാനം ഞാൻ എന്റെ കുറെ പുസ്തക ഓഫീസിലാണ് ഞാൻ എന്റെ വീട്ടിൽ ഇങ്ങനെ കുറച്ച് പുസ്തകങ്ങൾ വെക്കാറുണ്ട്. എനിക്ക് എപ്പോഴും ഇങ്ങനെ ആവശ്യമുള്ള മോട്ടിവേറ്റ് ചെയ്യുന്ന പുസ്തകങ്ങളൊക്കെ. ഈ പുസ്തകങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. എന്റെ സ്ക്രീൻ ഷെയറിങ്ങിലുണ്ട്. ഈ പുസ്തകങ്ങളെല്ലാം അവസാനം പറഞ്ഞെത്തിക്കുന്ന ഒരു സാധനം, ഈ ഒരു കൾച്ചറിലേക്ക് നിങ്ങളെ കൊണ്ടായിരിക്കും. ഈ മിറാക്കിൾ മോർണിംഗ് എന്ന് പറയുന്ന പുസ്തകം റീസെന്റ് വന്നൊരു പുസ്തകമാണ്. പക്ഷെ അതിന്റെയൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഡോക്ടർ ജോസഫ് മർഫിയുടെ പവർ ഓഫ് സബ്കോൺഷ്യസ് മൈൻഡ് ഒക്കെ ഡിസ്കസ് ചെയ്ത്, അല്ലെങ്കിൽ സീക്രട്ട് ഡിസ്കസ് ചെയ്ത, അല്ലെങ്കിൽ പവർ ഓഫ് നൗ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെ ക്രോഡീകരിച്ചിട്ട് അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണ് മിറാക്കിൾ മോർണിംഗ് എന്ന് പറയുന്നത്. അതിൽ അദ്ദേഹം കൊടുത്തൊരു വാക്കാണ് ഈ സേവേഴ്സ് എന്ന് പറയുന്ന കാര്യം. നിങ്ങൾ എല്ലാ ദിവസവും ഇതിൽ ഫസ്റ്റ് നിങ്ങൾ കൊടുക്കേണ്ട ഒരു കാര്യങ്ങൾ, ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട സംഭവം എക്സസൈസ് ആണ്. ആ എക്സസൈസിന് പ്രാധാന്യം കൊടുക്കുന്നതിനുള്ള ബാക്കിയൊക്കെ ചെയ്യാനുള്ള ഒരു എനർജി നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ക്ലിയർ ആണോ? ഓക്കെ. അപ്പോ ആ ഒരു കൾച്ചർ പാലിക്കുമ്പോൾ, ആ കൾച്ചർ പാലിക്കുന്നുണ്ടോ നോക്കാൻ നിങ്ങൾക്ക് ഒരു അക്കൗണ്ടബിലിറ്റി പാർട്ണർ ഉണ്ടായി കഴിയുമ്പോൾ ആദ്യത്തെ പ്രോഗ്രസ് ക്ലാരിറ്റി ആൻഡ് ഫോക്കസ് കൂടും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് റെഗുലർ ചെക്കിൻസ് ഉണ്ടാവും. ഡെയിലി അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പാർട്ണേഴ്സ് വിളിക്കണം. ഓക്കെ. ഒരാഴ്ച ഉള്ള പാർട്ണർ സെക്കൻഡ് ആഴ്ചയിൽ ഉണ്ടാകാൻ പാടില്ല. ഇപ്പൊ രഞ്ജിത് സാറും മണി സാറും ആണ് ഈ ആഴ്ചയിൽ പാർട്ണേഴ്സ് എങ്കിൽ നെക്സ്റ്റ് വീക്കിൽ അവരല്ല പാർട്ണർ. ഞാൻ ചുമ്മാ ചോദിക്കാം, ഇതേ സാധനം ഞാനൊരു പേയ്മെന്റ് കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എത്ര രൂപ മേടിക്കാം? ഇതേ പ്രോഗ്രാം ഞാൻ പെയ്ഡ് പ്രോഗ്രാം ആക്കി മേടിക്കുകയാണെങ്കിൽ എത്ര രൂപ മേടിക്കാം? 1.5 ലക്ഷം 2 ലക്ഷം ഒക്കെയാണ് എല്ലാവരും വാങ്ങുന്നുണ്ട്. എത്ര വേണമെങ്കിലും എനിക്ക് മേടിക്കാൻ പറ്റും. ഓക്കെ. മൂന്നാമത്തെ കാര്യം മോട്ടിവേഷൻ ആൻഡ് ബൂസ്റ്റ്. നിങ്ങൾക്ക് ഒരു അക്കൗണ്ടബിലിറ്റി പാർട്ണർ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ. അപ്പൊ ഇന്നൊരു എക്സാമ്പിൾ പറയാം. ഇന്നിപ്പോ ആ ഗ്രൂപ്പിൽ എന്ത് ചെയ്തു, ഒരു 5 പേര് എക്സസൈസ് ചെയ്യുന്ന ഫോട്ടോ പോസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ഒരു അക്കൗണ്ടബിലിറ്റി പാർട്ണർ എക്സസൈസ് ചെയ്യുന്ന ഫോട്ടോ പോസ്റ്റ് ചെയ്തു. ബാക്കിയുള്ളവർക്ക് എന്താ ഫീൽ ചെയ്യാം? ചെയ്യാത്ത ആൾക്ക് എന്താ ഫീൽ ചെയ്യാം? നാളെങ്കിലും ചെയ്യണം അല്ലെ? ഒരു റിഗ്രറ്റ് ഫീൽ ചെയ്യും. അവർക്ക് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടും. ഇങ്ങനെ അക്കൗണ്ടബിലിറ്റി പാർട്ണർ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് അടുത്ത ഓപ്ഷൻ മോട്ടിവേഷൻ ബൂസ്റ്റ്. നിങ്ങൾ മോട്ടിവേഷൻ അറിയാതെ ബൂസ്റ്റ് ആവും. ഓക്കെ. മോട്ടിവേഷൻ എന്ത് ചെയ്യും? അറിയാതെ ബൂസ്റ്റ് ആവും. വെള്ളടയൊക്കെ നിർത്തിയിട്ടുണ്ടാവും ആള്. വെള്ളടയൊക്കെ നിർത്തി ഫുൾ സെറ്റ് ആയിരിക്കും. അപ്പോഴാണ് പണ്ട് അടിച്ചിന് അക്കൗണ്ടബിലിറ്റി പാർട്ണർ എന്ന് വിളിക്കുക. എന്താ ചെങ്ങയെ നിർത്തിയിട്ട്. ഓക്കെ. ഏതായാലും എനിക്ക് 19 വയസ്സായി, ഞാൻ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 20 വർഷം കൂടെ ജീവിക്കും. നമുക്ക് രണ്ടെണ്ണം കൂടി നടിക്കാറ്. ഓക്കെ. ഇവനാണെങ്കിൽ അതിന് മുമ്പ് ഒക്കെ പോയി പള്ളിയിലും അമ്പലത്തിലൊക്കെ പോയി പ്രതിജ്ഞയൊക്കെ എടുത്ത് കുട്ടിന്റെ തലയിലൊക്കെ വെച്ച് പ്രതിജ്ഞയൊക്കെ എടുത്തേക്കാൽ ആളെന്ത് ചെയ്യും? അടുത്ത സ്ഥലത്തേക്ക് വീണ്ടും പോകും. കാരണം എന്താ? മോട്ടിവേഷൻ ബൂസ്റ്റ് ചെയ്തു. അതാണ് അക്കൗണ്ടബിലിറ്റി പാർട്ണർ പ്രത്യേകത. ക്ലിയർ ആണോ? നിങ്ങളുടെ അക്കൗണ്ടബിലിറ്റി പാർട്ണറുടെ ക്വാളിറ്റി എന്താണോ, നിങ്ങളുടെ ചുറ്റുപാടുള്ള 5 ആളുകളുണ്ടോ നിങ്ങളുടെ അക്കൗണ്ടബിലിറ്റി പാർട്ണറായിട്ട്, നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 5 അക്കൗണ്ടബിലിറ്റി പാർട്ണർ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ആ അക്കൗണ്ടബിലിറ്റി പാർട്ണറുടെ ക്യാരക്ടർ ഏതാണ് വയ്ക്കാരം. നല്ല ഫുഡ് കഴിക്കുന്ന ഒരു അക്കൗണ്ടബിലിറ്റി പാർട്ണർ ആണെങ്കിൽ നിങ്ങളും അങ്ങനെ ആയിരിക്കും. ഓക്കെ. എൻ്റെ ഒരു അക്കൗണ്ടബിലിറ്റി പാർട്ണറുടെ ഏറ്റവും വലിയ പ്രത്യേകത നല്ല ഫുഡാണ്. ഓക്കെ. അപ്പൊ അവന്റെ ഒപ്പം പോകുമ്പോൾ ഞാൻ നല്ലോണം ശ്രദ്ധിക്കും. ഞാൻ ശ്രദ്ധിക്കുക എന്താണ്, എന്റെ ഫുഡ് എങ്ങനെ ആയിരിക്കണം. ഓക്കെ. അവന്റെ കൂടെ പോകുന്നതിന് എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഞാൻ അങ്ങനെ ശ്രദ്ധിക്കും എന്റെ ഫുഡ് എങ്ങനെ ആയിരിക്കും, ഞാൻ എവിടെ ഇത് സ്റ്റോപ്പ് ചെയ്യണം. അതാ ലിമിറ്റേഷൻ ഞാൻ സ്റ്റോപ്പ് ചെയ്തില്ല, ഞാനും എന്ത് ചെയ്യും, ഫുഡി പേഴ്സൺ ആയി പോകും. ക്ലിയർ ആവുന്നുണ്ടോ?
നിങ്ങളുടെ ചുറ്റുപാടുമുള്ള 5 ആളുകൾ ആരാണോ അതിന്റെ ഒരു ആകത്തുക ആയിരിക്കും നിങ്ങളെന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഹോണസ്റ്റ് ഫീഡ്ബാക്ക് ആൻഡ് ഇൻസൈറ്റ്. നിങ്ങളുടെ അക്കൗണ്ടബിലിറ്റി പാർട്ണർ സത്യസന്ധമായിട്ടുള്ള ഫീഡ്ബാക്ക് വരുമ്പോൾ നിങ്ങൾക്കുള്ള ഇൻസൈറ്റുകൾ ഉണ്ടാവും. എ ഗുഡ് അക്കൗണ്ടബിലിറ്റി പാർട്ണർ ഡസന്റ് ജസ്റ്റ് ക്ലിയർ യുവർ ഓൺ, ദേ ഗിവ് കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക്. അവർ നിങ്ങൾക്ക് കൺസ്ട്രക്റ്റീവ് ആയിട്ട് ഫീഡ്ബാക്ക്. ഓക്കെ, അവർ ഹൗ ടു എന്നുള്ളതിന് ആൻസർ ചെയ്യും. എന്താ വെച്ചാൽ എങ്ങനെയൊക്കെ നടന്നൂടെ, ഇങ്ങനെയൊക്കെ നടന്നാൽ മതി, എക്സസൈസ് ചെയ്തുകൊണ്ട് ഉപദേശിക്കല്ലേ ചെയ്യുക. അവർ പറയും ഓക്കെ എടാ ഇന്നലെ നിനക്ക് എണീക്കാൻ പറ്റിയില്ല, അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്, സാരല്ല, നാളെ ഞാൻ നിന്നെ വിളിക്കാട്ടോ, നമുക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് നടക്കാട്ടോ, അല്ലെങ്കിൽ നമുക്ക് സംസാരിച്ചുകൊണ്ട് നടക്കാട്ടോ. നിങ്ങൾ എന്ത് ചെയ്യും? അവർക്ക് കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് 2 രീതിയിൽ കൊടുക്കുക. ഡിസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക് ഉണ്ട്, കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക് ഉണ്ട്. കൺസ്ട്രക്റ്റീവ് ആയിട്ട് നമ്മൾ ഒരാൾക്ക് കൊടുക്കുമ്പോൾ അയാളുടെ ഡെവലപ്മെന്റ് ഉണ്ടാവുക. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ബേസിക്കലി പറയുന്നത്. സോ മേക്ക് ആൻ അക്കൗണ്ടബിലിറ്റി പാർട്ണർ. നിങ്ങൾ എന്ത് ചെയ്യുക? പറ്റുന്ന ആൾ റസാഖ് സാർ ഒന്ന് നോക്കുക. ഓക്കെ, ലേഡീസിനെ തന്നെ അക്കൗണ്ടബിലിറ്റി പാർട്ണർ ആക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കുക. ജെൻസിനെ അക്കൗണ്ടബിലിറ്റി പാർട്ണറായി ചെയ്യാൻ പറ്റും, അങ്ങനെ ചെയ്യാം. മിക്സഡ് അക്കൗണ്ടബിലിറ്റി പാർട്ണറാക്കി ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. എനിവേ ഈ ഒരു സിസ്റ്റത്തിലേക്ക് കൂടെ നിങ്ങൾ പോവുക. അതിന്റെ കൂടെ നിങ്ങൾ മീറ്റിംഗ് കൂടുക, ഫൈൻ ഇംപ്ലിമെന്റ് ചെയ്യുക. ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ ഒരു മാസമായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതേ സബ്ജക്ട് പറയാനാണ്. ഐ നീഡ് എ സ്ട്രോങ് ഗ്രൂപ്പ്. എനിക്ക് ബിമാജിക്കിന്റെ സ്ട്രോങ് ആയിട്ടുള്ള വളരെ സ്ട്രക്ചർഡ് ആയിട്ടുള്ള ഗ്രൂപ്പ് വേണം. ആ ഗ്രൂപ്പിൽ 2 ആളുണ്ടായി കഴിഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ്. ഓക്കെ, മെജോറിറ്റി പീപ്പിൾ പോകുന്ന വഴിക്ക് പോകുന്ന ആൾക്ക് മെജോറിറ്റി പീപ്പിൾ പോകുന്ന റിസൾട്ടാണ് കിട്ടുക. മൈനോറിറ്റി പീപ്പിൾ പോകുന്ന വഴിയാണ് വളരെ വ്യത്യസ്തമായിട്ടുള്ള വഴി എന്ന് പറയുന്നത്. ഈ ലോകത്തിൽ സക്സസ്ഫുൾ, വളരെ ഹൈ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളുടെ പെർസെൻറ്റേജ് എടുക്കുകയാണെങ്കിൽ എത്ര ഉണ്ടാവുക അറിയാം? 100 എത്ര പെർസെൻറ്റേജ് ആൾക്കാരാണ് ഹൈ സക്സസ്ഫുൾ ആയിട്ട് ഉണ്ടാവുക? എത്ര പെർസെൻറ്റേജ് ആളുകളുണ്ട്? ഒന്ന് കമന്റ് ചെയ്തേ. 3%. എത്ര ദിവ്യ? 3% ആണ് സർ. 3% അല്ലേ? മാക്സിമം ഒരു 5% പീപ്പിൾ ഉണ്ടാവും. സോ ബിമാജിക്കിന്റെ കമ്മ്യൂണിറ്റി ആ 5% പീപ്പിൾ വരാൻ താല്പര്യമുള്ള ആൾക്കാരായിരിക്കും. ആ 5% ക്വാളിറ്റി പീപ്പിൾസ്. അപ്പൊ ആ 5% ക്വാളിറ്റി പീപ്പിളിലേക്കുള്ള ഒരു യാത്രയാണ്. ഇതിന്റെ പിന്നിൽ ഇതിന്റെ എല്ലാ ഗോളും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. ഇറ്റ്സ് എ സ്റ്റാർട്ടിങ്. ഇതിന്റെ പിന്നിൽ ആദ്യമായിട്ട് ഇതിൽ എത്ര ആളുകൾ ആക്റ്റീവ് ആണെന്നുള്ള നോക്കുക. അതിനനുസരിച്ചിട്ട് ബാക്കി അതിന്റെ അപ്ഡേഷൻസ് പിന്നീട് നമ്മൾ അറിയിക്കും. ക്ലിയർ ആണോ? റസാഖ് സാർ ക്ലിയർ ആണോ? ഓക്കെ, സോ ആ 5% ആളുകളിലേക്ക് ഇതിന്റെ ബാക്കി കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. അടുത്ത വീക്ക് ആവുമ്പോൾ നിങ്ങൾ ചുമ്മാ ഒന്ന് പറഞ്ഞാൽ പോരാ. ഓക്കെ, അടുത്ത വീക്ക് ആകുമ്പോൾ ഈ ഒരു ഇന്ന് മുതൽ ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ, തിങ്കൾ, ഈ 5 ദിവസം ചലഞ്ചിന്റെ റിസൾട്ട് കിട്ടിയാൽ മതി. അതിന്റെ മുമ്പ് നിങ്ങൾ ആ ഗ്രൂപ്പ് ഫിൽട്ടർ ചെയ്യണം. ഇതുവരെ ചെയ്യാത്ത ആളുകൾ ഇന്ന് മുതൽ അതിൽ വെക്കണ്ട. ഓക്കെ, ഈ ഒരു മീറ്റിംഗ് കഴിഞ്ഞാൽ ഉടനെ ഇതുവരെ അതിൽ ആക്റ്റീവ് ആവാത്ത ആളുകൾ എന്ത് ചെയ്യുക? അപ്പൊ തന്നെ റിമൂവ് ചെയ്തേക്കുക. ദർ ഇസ് നോ സെക്കൻഡ് ചാൻസ്. ഒരു സെക്കൻഡ് ചാൻസ് അതിൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കൊടുക്കേണ്ട കാര്യമില്ല. നിങ്ങളൊരു റൂള് പറഞ്ഞു കഴിഞ്ഞാൽ ആ റൂൾ ആയിരിക്കണം. ആ റൂൾ അതുപോലെ ചെയ്യണം. അതിലെന്ത് ചെയ്യരുത്? കൈക്കൂലി മേടിച്ചിട്ട് വെള്ളം ചേർക്കരുത്. ക്ലിയർ ആണോ? നമുക്ക് വേണ്ട ഒരു സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിൽ ഒന്നും ചെയ്യാത്ത ആളുകൾ റിമൂവ് ചെയ്യുക. ഓക്കെ, അതൊരു അവസരമാണ്. അവസരങ്ങൾ 2 തവണ നിങ്ങളെ വാതിൽ മുട്ടില്ല. ഓപ്പർച്യൂണിറ്റി നെവർ നോക്ക് ട്വൈസ് ഇൻ എ ടൈം. അപ്പൊ എന്ത് ചെയ്യുക? ആ ഒരു സാധനത്തിനെ നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക. ക്ലിയർ ആണോ? സോ ഫസ്റ്റ് നിങ്ങൾ അതിനെ ആ ഒരു ഗ്രൂപ്പിനെ ഡീകൾട്ടർ ചെയ്യുക. ഡീകൾട്ടർ ചെയ്തിട്ട് എന്ത് ചെയ്യുക? ബാക്കിയുള്ള കാര്യങ്ങൾ അല്ല. ഇനി ആരെങ്കിലും നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇന്ന് മുതൽ ഒരു അവസരം കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? തീരുമാനിക്കുക. ഇന്ന് മുതൽ വേണമെങ്കിൽ അവസരം കൂടെ കൊടുക്കാം. ഈ 5 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ അത് ഡീകൾട്ടർ ചെയ്തിട്ടുണ്ടാവും. ആ ഗ്രൂപ്പിലുള്ള ആളുകളോട് നിങ്ങൾ പേഴ്സണലി ചോദിക്കാം, റെഡി ആണോ? നാളെ മുതൽ ഈ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന പോലെയൊക്കെ പാലിക്കാൻ റെഡി ആണെങ്കിൽ ഒരു ലാസ്റ്റ് ചാൻസ് കൊടുക്കുക. ആ ലാസ്റ്റ് ചാൻസിന്റെ ഫൈനൽ സംഭവം അടുത്ത തിങ്കളാഴ്ചയാണ്. അടുത്ത തിങ്കളാഴ്ച കഴിഞ്ഞാൽ പിന്നെ ഗ്രൂപ്പിൽ ആരും ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ ആ ഗ്രൂപ്പിലെ ആക്ടിവിറ്റീസും കാര്യങ്ങളും എന്തൊക്കെ ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും മോണിറ്റർ ചെയ്യാൻ എനിക്ക് ഗ്രൂപ്പ് നോക്കണ്ട. ബേസിക്കലി ഞാൻ ഈ ഷീറ്റ് എല്ലാ ദിവസവും നോക്കാറുണ്ട്. ആ ഷീറ്റ് നോക്കുമ്പോൾ തന്നെ ഏകദേശം ഐഡിയ കിട്ടും. ഓക്കെ, സോ താങ്ക് യു ഓൾ. താങ്ക് യു. Sorry, say sir. Thank you very much, sir. Thank you, sir. Thank you so much. Thank you, sir. Thank you, Saif sir. Thank you all. Thank you very much. Thank you, sir. ഓക്കെ, അപ്പൊ എല്ലാവരും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എനിവേ എല്ലാവരും കറക്റ്റ് ആയിട്ട് കാര്യം ഫോളോ ചെയ്ത് പോവാ. സോ താങ്ക് യു സോ മച്ച് ടു ആൾ. താങ്ക് യു. എൻ്റെ പേര്
ഓക്കെ